കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ കിളിക്കൂട്ടിലേക്ക് സിദ്ധാർത്ഥ് എത്തുകയാണ്. മുറ്റത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് സുധീഷ് ചെന്ന് നോക്കുമ്പോഴേക്കും കാറിൽ നിറങ്ങുന്ന സിദ്ധാർത്ഥിനെയാണ് കാണുന്നത്. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. സുധീഷിനെ കണ്ട് സിദ്ധാർത്ഥും കസിൻ ഓക്കെ അല്ലെന്ന് ചോദിക്കേ ഓക്കെയാണെന്ന് സുധീഷും. നിധി 2-3 ദിവസമായി ഓഫീസിൽ വരുന്നില്ലെന്ന് സിദ്ധാർത്ഥ് പറയേ നിധി ലീവ് പറഞ്ഞായിരുന്നല്ലോ എന്ന് സുധീഷും. ലീവൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും അവൾ ഓക്കെയാണോ എന്ന് അറിയാൻ വന്നതാ. നിധിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. നിധിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ജോലിയൊക്കെ നിർത്തിവെച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു, പോയി ജോലി ചെയ്യാൻ നോക്കെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്ന സുഭാഷ് ഏട്ടനും സന്തോഷത്തോടു കൂടി സിദ്ധാർത്ഥിനെ സ്വീകരിക്കുന്നുണ്ട്. എന്താ സാർ പുറത്തു നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാ. എന്താ സുധീഷ് ഇത് പുറത്തു നിർത്തിയാണ് സംസാരിക്കുന്നത്, അകത്തേക്ക് വിളിക്കാത്തത് എന്താ, വരൂ അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് സിദ്ധാർത്ഥിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഹാളിലേക്ക് എത്തിയ നിധിയും സിദ്ധാർത്ഥിനെ കണ്ട് അമ്പരപ്പോടെ സാർ എന്താ ഇവിടെ എന്ന് ചോദിക്കുക. നിധി 2-3 ദിവസമായി ഓഫീസിലേക്ക് വരുന്നില്ലല്ലോ, അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണെന്ന് സിദ്ധാർത്ഥ പറയുന്നുണ്ട്. അതിന് ഞാൻ ലീവ് പറഞ്ഞതാണല്ലോ എന്ന് നിധിയും പറഞ്ഞിരുന്നു, എന്നാലും ഒരു ടെൻഷൻ. നിധിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സിദ്ധാർത്ഥ ചോദിക്കേ സുധീഷ് ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുകയാണ്. നിധി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ഞങ്ങള് ഫാമിലിയായി തറവാട്ട് അമ്പലത്തിൽ പോയതായിരുന്നു, അതിനായിരുന്നു 4 ദിവസം ലീവ് ചോദിച്ചതെന്ന്. അത് കേട്ട് സിദ്ധാർത്ഥും ഓക്കെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേ നന്നായിരുന്നു എന്ന് നിധിയും. സുഭാഷ് അപ്പോഴേക്കും സിദ്ധാർത്ഥിന് ചായ കൊണ്ടുവന്ന് കൊടുക്കുക. ചായ കുടിച്ച് ചായ നന്നായിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥ് പറയുകയാണ്. സുഭാഷ് സന്തോഷത്തോടെ താങ്ക് യു പറയേ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ നന്നായി ചായ ഉണ്ടാക്കും. സിദ്ധാർത്ഥ് വീണ്ടും നിധിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കേ അത് ഇഷ്ടമാകാതെ സുധീഷും പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് തറവാട്ട് അമ്പലത്തിലേക്ക് പോയതാ, അല്ലാതെ വേറൊന്നും ഉണ്ടായില്ലല്ലോ, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് സുധീഷും പറയും. സിദ്ധാർത്ഥ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ ഇരിക്കുകയായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ നിധിയും സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നത് കണ്ട് ഇഷ്ടമാവാതെ ദേഷ്യം കടിച്ചമർത്തി നിൽപ്പാ സുധീഷും. സുധീഷ് പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അവള് ലീവ് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാടാ നീ വീട്ടിലേക്ക് കയറി വന്നത്, നീ ഇവിടെ കിടന്ന് സ്കോർ ചെയ്യുകയാണോ, നിന്നെ ഞാൻ ശരിയാക്കും, എഴുന്നേൽക്കടാന്ന് പറഞ്ഞ് അവനെ തല്ലി ചതയ്ക്കുന്നതും വേണ്ട എന്ന് പറഞ്ഞ് സുഭാഷും നിധിയും ഹരീഷും നികേഷും എല്ലാം അവനെ തടയാൻ ശ്രമിക്കുന്നതും അവിടെ ഇരുന്ന ഒരു ചെയറെടുത്ത് സിദ്ധാർത്ഥിനെ സുധീഷ് അടിക്കാനായി ചെല്ലുന്നതെല്ലാം അവൻ സ്വപ്നം കാണുകയാണ്. അക്കാര്യമെല്ലാം ഓർത്തവൻ കിളിപോയ പോലെ നിൽക്കണ കണ്ട് സുധീഷേ എന്ന് വിളിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. ഹരീഷ് സുധീഷിനെ തട്ടി വിളിക്കുമ്പോഴേക്കും ചുറ്റും നോക്കി ഓ അതൊരു സ്വപ്നമായിരുന്നോ എന്ന് സുധീഷും പറയുകയാണ്. നിധി അപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥുമായി സംസാരിച്ച് നിൽപ്പാം. തറവാട്ടമ്പലത്തിലേക്ക് പോയ വിശേഷങ്ങളെല്ലാം സിദ്ധാർത്ഥുമായി പങ്കുവെക്കുകയാണ് അവൾ. പിന്നീട് സിദ്ധാർത്ഥ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. പിന്നാലെ ചെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു ബോസ് ആണല്ലോ, ഓഫീസിലുള്ള 6 ലീവ് എടുത്താലും ഇങ്ങനെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാറുണ്ട്. അത് കേട്ട് സിദ്ധാർത്ഥും പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയല്ല, എല്ലാവരുടെ വീട്ടിലും ഞാൻ പോയി അന്വേഷിക്കാറില്ല, നിധി ആയതുകൊണ്ടാ വന്നതെന്ന് സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കെ നിധിക്കെന്താ ഇത്ര സ്പെഷ്യൽ എന്ന് സുധീഷും ചോദിക്കുക. നിധി ഓഫീസിൽ ഇപ്പോ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, തിരുവനന്തപുരത്തും ആദ്യമായിട്ടല്ലേ വരുന്നത്, പരിചയമായി വരുന്നല്ലേ ഉള്ളൂ എന്ന് സിദ്ധാർത്ഥ് പറയേ അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ എന്ന് സുധീഷും. അവന്റെ ദേഷ്യത്തോടുള്ള സംസാരം ശ്രദ്ധിച്ച് സിദ്ധാർത്ഥും സോറി, ഞാനിപ്പോ വന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേ അയ്യോ അങ്ങനെയൊന്നുമില്ല എന്ന് സുധീഷും പറയുകയാണ്. സിദ്ധാർത്ഥ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ കസിനെ നിങ്ങൾ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം, ഞാൻ ചുമ്മാ കാഷ്വലായിട്ടൊന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, അക്കാര്യത്തെക്കുറിച്ച് തന്നെയാ എനിക്ക് സംസാരിക്കാനുള്ളത്, ആ കസിന്റെ കാര്യം, ഞാൻ അവളുടെ എന്നവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന നിധിയും സിദ്ധാർത്ഥ് ഇതുവരെ പോയില്ലേ എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിധിയുടെ കസിനോട് സംസാരിച്ചിങ്ങനെ നിന്നതാ എന്ന് സിദ്ധാർത്ഥ് പറയേ സുധീഷും പറയുകയാണ്. എന്നാ ഞാൻ ആ കാര്യം പിന്നീട് പറയാം, ഇപ്പോൾ നിങ്ങൾ പോവാൻ നോക്ക്, നിധി അങ്ങോട്ട് വന്നോളുമെന്ന്. അത് കേൾക്കെ സിദ്ധാർത്ഥവും യാത്ര പറഞ്ഞു പോയി. കാറിൽ കയറാൻ നേരം നിധിയുടെ നേരെ കൈവീശി ബൈ പറയുക. നിധിയും കൈ ഉയർത്തി ബൈ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് കാറുമെടുത്ത് പോകുമ്പോഴേക്കും സുധീഷും നിധിയോടായി പറയുന്നുണ്ട്, നിധി ഇവൻ ആൾ അത്ര ശരിയല്ലെന്ന്. അതെന്താ എന്ന് നിധി ചോദിക്കേ നിധി ഇയാൾ പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തത്, അതറിഞ്ഞിട്ടും ഇങ്ങനെ വീട്ടിൽ വന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്നവൻ ചോദിക്കേ നിധിയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല സുധീഷേ, സിദ്ധാർത്ഥ് ഒരു സ്നേഹത്തിന്റെ പുറത്ത് വന്ന് അന്വേഷിച്ചതാണെന്ന് നിധിയും പറയുകയാണ്. അതിനവൻ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, അന്വേഷിക്കുന്നത് നല്ലതല്ലടാ, അവിനാശ് ഇപ്പോ ജോലിക്ക് വന്നില്ലെങ്കിൽ പോലും അവനെ അന്വേഷിച്ച് ഞാൻ വീട്ടിലേക്ക് ചെല്ലാറുണ്ടല്ലോ, അതുപോലെ അവളുടെ ബോസും അവളെ അന്വേഷിച്ചു വന്നു എന്ന് സുഭാഷ് ഏട്ടൻ പറയുകയാണ്. അത് കേൾക്കെ സുധീഷും ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അവിനാശിനെ തേടി അവിനാശിന്റെ വീട്ടിലേക്ക് പോകുന്നതും നിധിയുടെ ബോസ് അവളെ തേടി ഇങ്ങോട്ട് വന്നതും ഒരുപോലെയാണോ? അതെ ഒരുപോലെയാണല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ പറയാം. സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടനകത്ത് കുക്കിംഗ് ഒന്നുമില്ലേ, ഇവിടെ വന്ന് നിന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുക. അയ്യോ കറി സ്റ്റൗവിലുണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് ഓടി പോവുകയാണ്. സുധീഷിന്റെ ടെൻഷനോടുള്ള നിൽപ്പ് കണ്ട് സുധീഷ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അറിയില്ല നിധി, അവനെ കാണുമ്പോഴേ എനിക്ക് ഇറിറ്റേഷനാ,
ഇയാളൊരു കാര്യം ചെയ്യേ, എത്രയും പെട്ടെന്ന് വേറൊരു വലിയ കമ്പനിയിൽ ജോലി നേടി അങ്ങോട്ട് മാറാൻ നോക്ക്. അത് കേൾക്കാൻ നിധിയും പറയുക, ഹലോ, ഞാൻ ഓഫീസിൽ പോവാൻ തുടങ്ങിയിട്ട് 2 മാസം പോലും ആയില്ല. അതിനിടയിൽ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി തേടി പോണം. വെറുതെ ഓരോന്ന് പറയാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് നീതു റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് സുഭാഷൻ സൈക്കിളിൽ അതുവഴി പോകുന്നത് അവൾ കാണുന്നത്. അവൾ സുഭാഷേട്ടെന്ന് വിളിച്ച് ഓടിക്കിതച്ച് സുഭാഷേട്ടന്റെ അരികിലേക്ക് വരികയാണ്. സുഖമായിരിക്കുന്നു നീതു, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. നന്നായിരിക്കുന്നു സുഭാഷേട്ട എന്ന് നീതു, നിന്റെ വീട്ടുകാർ ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചല്ലേ? അവർക്കതിനെങ്ങനെ കഴിഞ്ഞു എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. നീതുവും പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഇങ്ങനെ ചിന്തിച്ചില്ലേ? അപ്പോ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്താ ഞാൻ ആ വീട്ടിൽ ജീവിക്കുന്നത്. ഇങ്ങനൊരവസ്ഥയിൽ ആ വീട്ടിൽ താമസിക്കുമ്പോഴും എന്നെ തന്ത്രപൂർവ്വം അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്താൻ അവർ ട്രൈ ചെയ്തു. എന്റെ വീട്ടുകാരുടെ ഒരു ദുഷ്ടത്തരം നോക്കണേ. അമ്പലത്തിലേക്ക് തൊഴാനായി പോയ ഞാൻ അവിടുത്തെ കല്യാണ സെറ്റപ്പ് എല്ലാം കണ്ട് ആകെ ഷോക്കായി പോയി. വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞത് എന്നവൾ ടെൻഷനോടെ പറയേ. അത് വിട്ടേക്കെന്ന് സുഭാഷേട്ടനും പറയുകയാണ്. സുഭാഷേട്ടനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ സുഭാഷേട്ടൻ തെറ്റായി എടുക്കില്ലല്ലോ അല്ലേ? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതിനാൽ അവർ അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നെ ഇങ്ങനെ കള്ളം പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്തുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴും അവരോട് വഴക്കുണ്ടാക്കിയ ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത്. എനിക്കിപ്പോഴും ആ വീട്ടിൽ ഒരു സമാധാനവുമില്ല. അവരും ഇപ്പോൾ ഒരു മോളോടുള്ള സ്നേഹമൊന്നും കാണിക്കാതെ ശത്രുവിനെ പോലെയാ എന്നെ കാണുന്നത്. കഴിക്കുന്ന ഫുഡിൽ വരെ അവർ വിഷം കലർത്തി തരുമോന്നൊരു പേടിയുണ്ട് എനിക്ക്. എന്നെ കോളേജിൽ പറഞ്ഞുവിട്ട് അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ കല്യാണത്തിൽ നിന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഞാൻ ആ പ്രേമിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മയും അച്ഛനും മരിച്ചു കളയുമെന്ന് പറഞ്ഞു. മരിക്കുന്നെങ്കിൽ മരിച്ചോ, ഞാൻ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് ഞാനും. ഇങ്ങനെയൊരവസ്ഥയിൽ എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് സുഭാഷേട്ടന് മനസ്സിലാവുന്നില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് പോലും ഹരീഷിനെ കല്യാണം കഴിക്കാമെന്നുള്ള ചിന്തയില്ല. അതിനി ഒരു മാറ്റവുമില്ല. ഞാൻ കല്യാണത്തിന് സമ്മതിക്കാത്തിടത്തോളം കാലം അവർക്ക് ഹരീഷിനോടുള്ള ദേഷ്യവും വെറുപ്പും കൂടുകയേ ഉള്ളൂ. അമ്മയാണ്, അച്ഛനാണ്, ചേട്ടനാണെന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്സും ഇപ്പോഴെനിക്ക് അവരോടില്ല. ഹരീഷിനെ കല്യാണം കഴിക്കരുതെന്ന് അവർ സ്നേഹത്തോടെ ഉപദേശിക്കാനും തുടങ്ങിയിരിക്കുന്നു. ചില സമയത്ത് അച്ഛനെ കാണുമ്പോൾ പാവം തോന്നും. പക്ഷെ അച്ഛൻ പറയുന്നത് കേട്ട് ഹരീഷിനെ മറക്കാൻ കഴിയില്ലല്ലോ. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഹരീഷിനെ കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഞാൻ ഒരു തവണ എന്റെ വീട് വിട്ടിറങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് ബാഗും തൂക്കി വന്നതാ. ആ സമയത്ത് ഹരീഷാണ് എന്നെ തിരികെ കൊണ്ടുവിട്ടത്. അന്ന് അവൻ എന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ സുഭാഷേട്ടൻ കല്യാണം കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ലെന്നും അതെന്റെ സുഭാഷേട്ടന്റെ ജീവിതം തകർക്കുമെന്നും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷേട്ടന്റെ കല്യാണം കഴിയില്ലെന്ന ടെൻഷനും ഉള്ളതുകൊണ്ടാ ഹരീഷ് എന്നെ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടത് എന്ന് നീതു പറയുന്നവർക്ക് അമ്പരപ്പോടെ കേട്ടു നിൽക്കിയ സുഭാഷേട്ടനും. ഹരീഷിന്റെ പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുഭാഷേട്ടന്റെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ അത് സുഭാഷേട്ടന്റെ കല്യാണത്തിനും പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഹരീഷ് പറഞ്ഞപ്പോ ശരിയെന്ന് സമ്മതിച്ച് ഞാനും വീട്ടിലേക്ക് തിരിച്ചു പോയത്. പക്ഷെ ഇങ്ങനെയൊരു അവസ്ഥയിൽ വീട്ടിൽ ജീവിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇനി എന്തു ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴീ കല്യാണത്തിന്റെ പ്രശ്നമുണ്ടായപ്പോഴും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്നും കൂട്ടിക്കൊണ്ടു പോകണമെന്നും ഞാൻ ഹരീഷിനോട് പറഞ്ഞു. അവൻ അതേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാ. ഞാൻ എന്റെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോ അവരെന്നെ ഏതെങ്കിലും വിധത്തിൽ കൊല്ലുമോന്ന പേടിയാ എനിക്ക്. ഇനിയിപ്പോ ദേഷ്യം വന്ന് ഞാൻ അവരെ കൊല്ലുമോന്ന പേടിയും ഉണ്ട് എനിക്ക്. ഇങ്ങനെയൊരു അവസ്ഥയിൽ എങ്ങനെയാ വീട്ടിൽ താമസിക്കാൻ കഴിയും? ഇതൊന്നും പറഞ്ഞാൽ ഹരീഷിന് മനസ്സിലാവില്ല. സുഭാഷേട്ടന്റെ കല്യാണമാണ് കാരണമെന്ന് അവൻ പറയുന്നത് എന്നൊക്കെ നീതു പറയുന്നവർക്ക് ടെൻഷനോടെ നിൽക്കിയ സുഭാഷേട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ ഹരീഷ് എന്നെ കല്യാണം കഴിക്കില്ല. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ എന്ന് നീതു സങ്കടത്തോടെ പറയേ. സുഭാഷും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല. എന്റെ കല്യാണവും നിങ്ങളുടെ കല്യാണവും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? ഞാൻ ഹരീഷിനോട് സംസാരിക്കാം. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാം ഒക്കെ സുഭാഷേട്ടൻ പറയേ. ഇല്ല സുഭാഷേട്ടാ, അതൊന്നും വർക്കൗട്ട് ആവാനേ പോകുന്നില്ല. ഹരീഷിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ സുഭാഷേട്ടനോട് വന്ന് ഇക്കാര്യമെല്ലാം പറഞ്ഞു എന്നറിഞ്ഞാ ഹരീഷ് എന്നെ വെറുതെ വെച്ചേക്കില്ല. എന്ത് വന്നാലും സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ ഹരീഷ് എന്നെ കല്യാണം കഴിക്കില്ല. ഇതിനെല്ലാമുള്ള ഒരേ ഒരു പോംവഴി സുഭാഷേട്ടൻ കല്യാണം കഴിക്കൂ എന്നതാ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. സുധീഷേട്ടന്റെ കല്യാണം കഴിഞ്ഞു നിധി വീട്ടിലേക്കും വന്നു. ഇനി സുഭാഷേട്ടന്റെ കല്യാണം നടക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. ദയവ് ചെയ്ത് പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് വേഗം കല്യാണം കഴിക്കുക. അപ്പോഴേ ഹരീഷ് എന്നെ കല്യാണം കഴിക്കൂ. എനിക്ക് വേണ്ടി സുഭാഷേട്ടൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കേ. ഇതെല്ലാം സുഭാഷേട്ടനോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് സുഭാഷേട്ടനെ വഴിയിൽ വെച്ച് കണ്ടത്. സുഭാഷേട്ടൻ കല്യാണം കഴിച്ചാലേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. എത്രയും പെട്ടെന്ന് ഒരു നല്ല തീരുമാനം എടുക്കൂ സുഭാഷേട്ടാ. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നീതു അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാ. അവൾ പോകുന്നത് നോക്കി ടെൻഷനോട് നിൽപ്പാ സുഭാഷും.
പിന്നീട് നികേഷിന്റെയും നിധിയുടെയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുകയാണ് സുധീഷ്. എന്തിനു സുധീഷെ ഞങ്ങളുടെ കൂടെ വന്നേന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ വന്നതാ. നികേഷ് അവരുടെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും പരതി നോക്കുകയാ. നിധിയും ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇതെന്തായി നോക്കുന്നത്? നികേഷെ എന്താടാ നിനക്ക് പറ്റിയെന്ന് സുധീഷ് ചോദിക്കെ. ഒന്നുമില്ല സുധീഷേട്ടാ എന്ന് നികേഷും. നിധിയും പറയുന്നുണ്ട്, ഇപ്പോ എന്തു പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഇവിടെയാണല്ലോ അവനെ നോക്കുന്ന പെണ്ണ് വരുന്നത്. പിന്നെ എങ്ങനാ സുധീഷ് പറഞ്ഞത് അവൻ കേൾക്കുക? അത് കേട്ട് സുധീഷും ആ പെൺകുട്ടിയോ എവിടെയാടാ അവള് എന്ന് ചോദിക്കേ. ഒന്ന് സമാധാനത്തോടെ നിൽക്ക് സുധീഷേട്ടാ, അവൾ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും അവൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയാ. പെട്ടെന്നാണ് ആ പെൺകുട്ടി അവളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ നടന്നു വരുന്നത് നികേഷ് കാണുന്നത്. സുധീഷേട്ടാ ആ പെൺകുട്ടി വരുന്നുണ്ട് എന്ന് നികേഷ് പറയേ. എവിടെ എന്ന് സുധീഷും ആകാംക്ഷയോടെ ചോദിക്കുക. സുധീഷേട്ടാ അങ്ങനെ പെട്ടെന്ന് നോക്കല്ലേ, കാഷ്വലായി നോക്കിയാ മതിയെന്ന് നികേഷ് പറയേ. സുധീഷ് കാഷ്വലായി അവളെ നോക്കുക. രണ്ട് പെൺകുട്ടികൾ നടന്നു വരുന്നത് കണ്ട് അവളപ്പോഴേക്കും നികേഷിനെ നോക്കാനായി തുടങ്ങിയിരുന്നു. നികേഷും ഒരു ചെറു പുഞ്ചിരിയോടെ നാണത്തോടെ നിൽക്കുക. അവൾ അവരുടെ അരികിലേക്ക് വന്നു നിൽക്കേ. അവൾ നികേഷിനെ തന്നെ നോക്കുന്നത് കണ്ട് സുധീഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്, എന്താ നിധി ഇത്? അവൾ നികേഷിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇതേതാ ഈ കുട്ടി? മറ്റേത് ജോസേട്ടന്റെ മോള് ജിസ. ഈ കുട്ടിയെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. നിങ്ങൾക്ക് ഈ ഏരിയയിലുള്ള എല്ലാ പെൺകുട്ടികളെയും അറിയാമോ? അല്ല അതെങ്ങനെ? പുതിയതായൊരു പെൺകുട്ടി വരുമ്പോ കറക്റ്റ് ആയത് അറിയുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും സെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിധിയും ചോദിക്കുക. അല്ല, ഞാൻ ഈ നാട്ടില് ജനിച്ചു വളർന്നയാളല്ലേ നിധി. പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങൾ മുതൽ മുതുക്കി കിളവിമാരെ വരെ എനിക്കറിയാം എന്നവൻ പറയുന്നതുകൾക്ക് അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുക നിധിയും. അവളെ തന്നെ നോക്കി നിൽക്കണ നികേഷിനെ ശ്രദ്ധിച്ച് നോക്കി നീക്കാതെ പോയി സംസാരിക്കടാ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അതിനീ സാറിന് ധൈര്യമില്ലല്ലോ എന്ന് നിധിയും ചിരിയോടെ പറയുന്നുണ്ട്. അതെ അതെ, എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ലല്ലോ എന്ന് സുധീഷ് പറയുന്നവൾക്ക് നിധിയും അതെ അതെ, ഇയാളെ പോലെ ധൈര്യമുള്ള ഒരാളും ഉണ്ടാവില്ല എന്നർത്ഥം വെച്ച് പറയുന്നുണ്ട്. അവളുടെ ആ ഭാവമാറ്റം കണ്ട് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് സുധീഷും നിധിയോടായി, നിധി ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്, നിധിക്ക് വീട്ടുകാരെ മിസ് ചെയ്യുമല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കെ നിധിയും വീട്ടിലെ ദീപാവലി ആഘോഷങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ നികേഷും ആ പെൺകുട്ടിയും പുഞ്ചിരിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽപ്പാ. സുധീഷും നിധിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ഒരു ഓട്ടോ അതുവഴി വരുന്നത്. ആ പെൺകുട്ടിയും അവളുടെ ഫ്രണ്ടും ആ ഓട്ടോയിൽ കയറി പോവുകയാ. അവൾ ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ട് ടെൻഷനോടെ നികേഷ് നോക്കി നിൽക്കുമ്പോഴാണ് അവൾ ഓട്ടോയിൽ നിന്ന് നികേഷിനെ നോക്കി ചിരിക്കുന്നത്. അത് കണ്ട് അവനും സന്തോഷമാവുകയാ. എടാ നികേഷേ, ആ പെൺകുട്ടി പോയില്ലോ എന്ന് നിധി ചോദിക്കേ. അതെ അതെ, നിങ്ങൾ രണ്ടാലും ഈ ലോകത്തൊന്നുമല്ലല്ലോ, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ എടുത്തി, അവൾ പോകുന്നതിനിടയിലും എന്നെ നോക്കി ചിരിച്ചുകൊണ്ടാ പോകുന്നത് എന്നവൻ സന്തോഷത്തോടുകൂടി പറയുകയാ. എടാ നികേഷ്, ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ചെന്ന് സംസാരിക്കണം എന്ന് സുധീഷ് പറയുന്നവൾക്ക് നിധി ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുകയാ. അത് കണ്ട് സുധീഷും ഞാനല്ല നികേഷിന്റെ കാര്യമാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. നിധിയുടെ ദേഷ്യത്തോടെ തന്നെയുള്ള ആ നിൽപ്പ് കണ്ട് ബസ് വരാൻ സമയമായില്ലേ എന്നും പറഞ്ഞ് പിടിച്ചു നിൽപ്പാ സുധീഷും. പിന്നെ അവിടെ ജോലി സ്ഥലത്തെത്തിയ സുഭാഷും നീതു പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനോടെ നിൽപ്പാം. അന്ന് ഹരീഷനെ കല്യാണം കഴിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ താൻ കല്യാണം കഴിക്കില്ലെന്ന് ഹരീഷ് പറഞ്ഞതെല്ലാം നീതു പറഞ്ഞതോർത്തവൻ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് അവിനാശ് അങ്ങോട്ട് വരുന്നത്. സുഭാഷും അവനോടായി, അവിനാശെ ബന്ധുക്കളെല്ലാം വന്നിട്ട് പോയോ എന്ന് ചോദിക്കേ. അതെ സുഭാഷേട്ടാ, അവരെല്ലാം വന്നിട്ട് പോയി. ഈ നാട്ടിലുള്ള പരിചയക്കാരുടെ വീട്ടിലെല്ലാം പോയി. എന്റെ വീടും കണ്ടുപിടിച്ച് അവിടെയും പോയി. സുഭാഷേട്ടന്റെ ഐഡിയ കാരണം ചാന്ദിനി അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ അവിനാശ് പറയെ. അവരവിടെ പോയി ഇനി പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുക. ഉറപ്പായും അവരവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കും സുഭാഷേട്ട. ഉറപ്പായും അവർ ചാന്ദിനിയെ അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവരാനായി പറയും. ദേഷ്യത്തോടെ അവൻ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാനും സാധ്യതയുണ്ട് എന്ന് അവിനാശ് പറയുന്നതുകൾക്ക് അങ്ങനെ നടന്നാൽ അത് ചാന്ദിനിക്ക് നല്ലതല്ലേ. എന്തു വന്നാലും അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തരുത്. അതുകൾക്ക് അവിനാശും ഉറപ്പായും സുഭാഷേട്ടനോട് താങ്ക്സ് പറയുക. സുഭാഷേട്ടൻ പറഞ്ഞതുകൊണ്ടാ അവരുടെ കണ്ണിൽപ്പെടാതെ ചാന്ദിനിയെ മാറ്റി നിർത്താൻ കഴിഞ്ഞത് എന്ന് അവിനാശ് പറയുക. അത് വിട്ടേക്ക് അവിനാശ്, നീ എന്റെ കൂട്ടുകാരനല്ലേ, കൂട്ടുകാരന് വേണ്ടി സഹായം ചെയ്യാറില്ലേ എന്ന് സുഭാഷേട്ടൻ പറയുന്നവൾക്ക് ശരി സുഭാഷേട്ടാ, ഞാൻ പോയി ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവിനാശ് അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ ഹരീഷ് തന്നെ കല്യാണം കഴിക്കില്ലെന്നും സുഭാഷേട്ടൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും നീതു പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനോടെ ജോലി ചെയ്യാതെ ഇരിക്കുക സുഭാഷും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.